ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പൻ ഗുഡ്നസ്, നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ, യെസ്, മെയിൻ ആയിട്ട് നമ്മളിവിടെ നോക്കുന്നത് എന്താണ്? അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടല്ലേ? യെസ്, കൾട്ടിവേഷൻ ആണ്. സോ എങ്ങനെയൊക്കെയാണ് ഒരു സസ്റ്റൈനബിൾ കൾട്ടിവേഷൻസ് പോസിബിൾ ആവുന്നത്? നമുക്ക് ഏതെല്ലാം മെത്തേഡുകൾ അവിടെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഡിഫറെൻ്റ് ആയുള്ള ഫാമിംഗ് ടെക്നിക്കുകളും പ്ലാന്റ് ന്യൂട്രിയൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്, ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ലാൻഡ് അവൈലബിൾ അല്ലാത്ത ഒരാളുകൾക്ക് എങ്ങനെയാണ് മാക്സിമം എന്ത് ചെയ്യുക പ്രൊഡക്ഷൻസ് ഉള്ള ലാൻഡിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് എ ലാൻഡ്. അപ്പോൾ അതിന് ഏതൊക്കെ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ കൃഷി ചെയ്യാം? സാക്ക് കൾട്ടിവേഷൻ അല്ലേ, അല്ലെങ്കിൽ അക്വാപോണിക്സ് ഉപയോഗിക്കാം, പെറ്റ് ബോട്ടിൽ ഫാമിംഗ് യൂസ് ചെയ്യാം, വെർട്ടിക്കൽ ഫാമിംഗ് യൂസ് ചെയ്യാം, പോട്ട് കൾട്ടിവേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടെറസ് ഫാമിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. എങ്ങനെയാണ് മാക്സിമം ലാൻഡ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് കൾട്ടിവേഷൻസ് പോസിബിൾ ആവുക, അല്ലെങ്കിൽ ഒരു ലാൻഡ് അവൈലബിൾ അല്ലാത്ത ആളുകൾക്ക് ഏതെല്ലാം രീതിയിൽ എന്ത് ചെയ്യാം കൾട്ടിവേഷൻസ് പോസിബിൾ ആണ് എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ആൻസർ എന്തായിരിക്കണം? സാക്ക് കൾട്ടിവേഷൻ ചെയ്യാം, അക്വാപോണിക്സ് ചെയ്യാം, ആൻഡ് ഓൾസോ വെർട്ടിക്കൽ ഫാമിംഗ് ഒക്കെ പോസിബിൾ ആണ് എന്നുള്ള രീതിയിൽ. അപ്പം കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെ എന്ത് ചെയ്യാം മാക്സിമം ലാൻഡ് യൂസ് ചെയ്യാം. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയുള്ള യൂസ് ഓഫ് ലിമിറ്റഡ് സ്പേസ് ആൻഡ് ഓൾസോ ലിമിറ്റഡ് സ്പേസിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ഷൻസ് കിട്ടും എന്നുള്ളതും. ഇതേപോലെ തന്നെ ദിസ് ഈസ് വളരെ സൂട്ടബിൾ ആണ് ഒരു അർബൻ ഏരിയയിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അർബൻ ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ. ഓക്കെ ആണോ? അപ്പോൾ ആൻഡ് ഓൾസോ ദിസ് ഈസ് എ സസ്റ്റൈനബിൾ ഫാമിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഏതൊക്കെയാണ് ഈ ഒരു ഫാമിംഗ് ടെക്നിക്കുകൾ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന വേറൊരു ഏരിയ ആണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്നുള്ളത്. സോ വെർട്ടിക്കൽ ഫാമിംഗ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സോ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ എ വെർട്ടിക്കലി സ്റ്റോക്ക്ഡ് ലെയേഴ്സ്. കണ്ടോ ഫിഗറിലെ ഒരുപാട് ലെയേഴ്സ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ലിമിറ്റഡ് ആയുള്ള സ്പേസ് മതി എന്നുള്ളത്. ബിക്കോസ് ലെയേഴ്സ് ആയിട്ടാണ് കൾട്ടിവേഷൻ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ഫാമിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ഒക്കെ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളത്. കാരണം എന്താ? ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിയാണ്. എയറോപോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ മിസ്റ്റ് രൂപത്തിൽ എന്ത് ചെയ്യുക പ്ലാന്റ്സിന് അവൈലബിൾ ആക്കിയിട്ട് വിത്തൗട്ട് സോയിലിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പം ഈ രണ്ട് രീതികളും നമുക്ക് എന്ത് ചെയ്യാം വെർട്ടിക്കൽ ഫാമിങ്ങിൽ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താ? അർബൻ ഏരിയയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ലൈറ്റും ബാക്കി പറയുന്ന കണ്ടീഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ ഒരു ലിമിറ്റഡ് ആയുള്ള സ്പേസിലല്ലേ. സോ നമുക്ക് ആർട്ടിഫിഷ്യൽ ആയുള്ള LED ലൈറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇവരെ ലൈറ്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് പ്ലാന്റ് ഗ്രോത്തിനെ നമ്മുടെ ഒരു അണ്ടറിൽ വരുത്താം. ഓക്കെ, ഇതേപോലെ തന്നെ എന്താണ്? അതായത് ഹാർഷ് വെതറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് എൻവയോൺമെൻറ്റിൽ എന്ത് വെതർ ആയിക്കോട്ടെ അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നമുക്കിതൊരു കൺട്രോൾഡ് കണ്ടീഷൻ ആണ് എന്നുള്ളതും. സോ ഇതെന്താ? ഇൻഡിപെൻഡൻറ്റ് ഓഫ് എ ക്ലൈമറ്റ്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ ഫാമിംഗ് എടുക്കാൻ വേണ്ടി പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഹൈ ആയുള്ള പ്രോഡക്റ്റുകൾ അല്ലെ ഈൽഡുകൾ നമുക്കൊരു ലിമിറ്റഡ് സ്പേസിൽ നിന്ന് അവൈലബിൾ ആവും എന്നുള്ളതാണ് ഈ ഒരു വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ്? കുറച്ചും കൂടെ വളരെ സ്യൂട്ടബിൾ ആയുള്ള ഒരു മെത്തേഡാണ് വെർട്ടിക്കൽ ഫാമിംഗ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയാലും എപ്പോഴും ക്വസ്റ്റ്യൻസ് വന്ന ഏരിയയാണ് പ്ലാന്റ് ന്യൂട്രിയൻസ് എന്നുള്ളത്. സോ അപ്പോൾ ഇവിടെ മനസ്സിലാക്കാം പ്ലാന്റ്സിന് എന്ത് ചെയ്യണം? ഗ്രോ ചെയ്യാൻ ന്യൂട്രിയൻസ് വേണം എന്നുള്ളത്. സോ രണ്ട് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് മാക്രോ ന്യൂട്രിയൻസ് ആണ്, അനദർ വൺ ഈസ് ദ മൈക്രോ ന്യൂട്രിയൻസ്. അപ്പോൾ ടേം തന്നെ ഉണ്ട് അല്ലേ. മാക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലാർജ് എന്നുള്ളതാണ്. അപ്പോൾ ദേ നീഡഡ് ലാർജ് ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾസ് ആലോചിച്ച് വെക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, സൾഫർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ മൈക്രോ ന്യൂട്രിയൻസ് അല്ലേ. ദേ നീഡഡ് എ വെരി സ്മോൾ ക്വാണ്ടിറ്റി മൈക്രോ. ഓക്കെ, ആ ടേമിൽ തന്നെ ഉണ്ട്. അപ്പോൾ കണക്ട് ചെയ്യാം. സോ അത് ഏതൊക്കെയാണ്? ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അയൺ, മോളിബിഡം, ക്ലോറിൻ, നിക്കൽ, ബേരിയം. ഓക്കെ, വിത്ത് എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ എന്ത് ചെയ്യാം എക്സാമ്പിൾസ് ഷഫിൾ ചെയ്ത് തന്നിട്ട് നിങ്ങളോട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അപ്പോൾ വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് ന്യൂട്രിയൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. സോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഫോക്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. സോ മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലേ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ന്യൂട്രിയൻസ്
ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. സോ ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന ഫോമുലയാണ് ആക്ച്വലി ഫെർട്ടിലൈസർ എന്നുള്ളത്. സോ മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഓർഗാനിക് ഉണ്ട്, ബയോ ഫെർട്ടിലൈസർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ഉണ്ട്, നാനോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന പോലെ ഈ 4 ടൈപ്പും കൃത്യമായിട്ട് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓർഗാനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോ റെസിഡ്യൂസ് ആയിരിക്കും. സോ ബയോ റെസിഡ്യൂസ് ആയതുകൊണ്ട് തന്നെ എന്താ വളരെ നമുക്ക് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജുകൾ വളരെ കുറവാണ്, അഡ്വാൻറ്റേജുകളാണ് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക. കാരണം സോയിലിൻ്റെ ടെക്സ്ചറിനെയോ സോയിലുള്ള മൈക്രോ ഓർഗാനിസത്തെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഡിസിപ്ലിനിൽ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള. ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് മാത്രമേ പ്ലാന്റ്സിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രോപ്സിനൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഈ ന്യൂട്രിയൻസ് അവൈലബിൾ ആവുള്ളൂ. വിത്ത് എക്സാമ്പിൾസ് ഓർത്തിരിക്കുക, വേർമി കമ്പോസ്റ്റ്, കമ്പോസ്റ്റ്, മാനുവർ ആൻഡ് ഓൾസോ ബോൺ മീൽ. അപ്പോൾ എക്സാമ്പിൾസ് വെച്ചിട്ടും നിങ്ങളോട് എന്ത് ചെയ്യാം, ഫെർട്ടിലൈസേഴ്സ് ചോദിക്കാം. ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. അവർ നമ്മൾ സോയിലിലേക്ക് ഇടുന്നു. സോ അവരെന്ത് ചെയ്യാണ്, പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെ ഡീകമ്പോസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അവൈലബിൾ ആക്കി കൊടുക്കുക ത്രൂ ഫോസ്ഫറസ്, നൈട്രജൻ പോലുള്ള അങ്ങനെ അവൈലബിൾ ആക്കി കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ബയോ. ബയോ മീൻസ് ലൈഫ് ആണ്. സോ ലൈഫ് മീൻസ് എന്താ, മൈക്രോ ഓർഗാനിസത്തെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ പ്ലീസ് നോട്ട് ദ എക്സാമ്പിൾ. ഫൈൻ. നെക്സ്റ്റ് ആണ് ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ. ദാറ്റ് ഈസ് എന്താ, കെമിക്കലി സിന്തസൈസ്ഡ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാന്റിന് എന്ത് ചെയ്യാണ്, ഈസിലി അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. സൈഡ് എഫക്റ്റുകൾ വളരെ കൂടുതലാണ്. ഓക്കെ, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്, എക്സാമ്പിൾസ് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ആണ് നാനോ ഫെർട്ടിലൈസേഴ്സ്. നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേമിലുണ്ട് നാനോ അല്ലേ, വളരെ സ്മോൾ ആയിട്ടുള്ള സൈസ് ആണ് ഉണ്ടായിരിക്കുക. സോ എക്സാമ്പിൾ നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ് ആൻഡ് നാനോ മെഗ്നീഷ്യം സൾഫേറ്റ്. ഓക്കെ, അപ്പം ഇവരുടെ പ്രത്യേകതയും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, വളരെ നാനോ സൈസിലാണ്. സോ പ്ലാന്റ്സിന് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഓൾസോ കെമിക്കലി വേറെ എന്താണ്, സോയിൽസിനോ പ്ലാന്റ്സിനോ ഒന്നും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഫെർട്ടിലൈസേഴ്സ് ആണ് നാനോ. അപ്പം കൃത്യമായിട്ട് 4 ഫെർട്ടിലൈസേഴ്സും വിത്ത് എക്സാമ്പിൾസും അതിൻ്റെ പ്രത്യേകതകളും പഠിക്കണം. കാരണം ഈ സെൻറ്റൻസ് അതുപോലെ തന്നെ PYQയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത നമ്മൾ ലോക്കൽ വെറൈറ്റീസിനെ കുറിച്ച് അറിയണം. ലോക്കൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ക്ലൈമറ്റിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള ക്രോപ്പുകളെയാണ് നമ്മൾ ലോക്കൽ വെറൈറ്റീസ് എന്ന് പറയുക. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെസ്റ്റ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചസിനൊക്കെ എന്ത് ചെയ്യാം, ഈ പെർട്ടിക്കുലർ ആയുള്ള വെറൈറ്റീസിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ആണോ? സോ വെൽ അഡാപ്റ്റഡ് ടു ദ ലോക്കൽ ക്ലൈമാറ്റിക് എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറലി റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസ് ഒന്നും വളരെ കൂടുതൽ വരുന്നില്ല. ആൻഡ് ഓൾസോ പോളിനേറ്റേഴ്സും അതേപോലെ തന്നെ അതിനൊക്കെ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് പെസ്റ്റിസൈഡ്സിൻ്റെ അളവുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലബാർ പെപ്പർ ആൻഡ് ഓൾസോ ജീരകശാല, റൈസ് എന്നൊക്കെ. അപ്പം അതായത് ആ ഒരു പെർട്ടിക്കുലർ ആയ എൻവയോൺമെൻറ്റിൽ അത് എന്ത് ചെയ്യുന്നു, നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൾട്ടിവേറ്റ് ഗ്രോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈൽഡ് നമുക്ക് കിട്ടും. അപ്പം കൃത്യമായിട്ട് എന്താണ് ലോക്കൽ വെറൈറ്റീസിൻ്റെ പ്രത്യേകതകളൊന്നും നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാൻ മെറ്റീരിയൽസ് എന്നല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്ലാൻ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹൈ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഓഫ് പ്ലാൻ മെറ്റീരിയൽസ് എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഫൈൻ. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡുകളാണ് ലെയറിങ്, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, GM ക്രോപ്സ്, ടിഷ്യൂ കൾച്ചർ, ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഈ പറയുന്ന മെത്തേഡുകളിലൂടെയൊക്കെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് GM ക്രോപ്സും അതേപോലെ തന്നെ ടിഷ്യൂ കൾച്ചറും ആണ്. സോ GM ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ആണ്. സോ ജെനറ്റിക്കലി അപ്പോൾ ആൾട്ടറിംഗ് ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഔട്ട് ദ ജെനറ്റിക് എഞ്ചിനീയർ. അപ്പം ജെനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയുടെ അവിടെ എന്താണ്, ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ജെനറ്റിക് മെറ്റീരിയലിനെ ആൾട്ടർ ചെയ്യുക. ജെനറ്റിക് മെറ്റീരിയൽ ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ക്യാരക്ടർ മാറും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്യൂട്ടബിൾ ആയുള്ള ക്യാരക്ടേഴ്സ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക എക്സാമ്പിൾസ്. അപ്പം മേ ബി നിങ്ങളോട് എക്സാമ്പിൾസ് തന്നിട്ട് എന്ത് ചെയ്യാം, GM ക്രോപ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, കോട്ടൺ പ്ലാന്റ് ദാറ്റ് റെസിസ്റ്റ്
റെസിസ്റ്റ് ദ പെസ്റ്റ് അറ്റാക്ക് അല്ലെ. പെസ്റ്റ് അറ്റാക്കിൽ നിന്ന് റെസിസ്റ്റ് ആവുന്ന കോട്ടൺ പ്ലാന്റുകൾ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. സോയാബീൻ ദാറ്റ് ഹാവ് റെസിസ്റ്റൻറ്റ് ടു ദ വീഡിസൈഡിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോയാബീനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജെനറ്റിക്കൽ അല്ലെ GM ക്രോപ്സ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാൻ റൈസ് വെറൈറ്റീസ് ദാറ്റ് കണ്ടെയ്നിങ് വൈറ്റമിൻ, അതായത് വൈറ്റമിനെ കണ്ടെയ്നിങ് ചെയ്യുന്ന ഒരുപാട് റൈസുകൾ ഈ പറഞ്ഞ പോലെ എന്താ ജെനറ്റിക്കലി ആൾട്ടർനേഷൻ വരുത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, യെസ് പ്രോഡക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അനദർ മെത്തേഡ്. അപ്പോൾ ഇതെന്താണ്, ആൾട്ടറിംഗ് ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ടിഷ്യൂ കൾച്ചർ ആണ് അടുത്തത്. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ലാർജ് ക്വാണ്ടിറ്റീസ്, അപ്പോൾ ശ്രദ്ധിക്കുക, പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റീസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാ, ഒരു ആർട്ടിഫിഷ്യൽ ആയുള്ള മീഡിയംസ് അല്ലെ, ലബോറട്ടറിക്കൽ കണ്ടീഷനിൽ നമ്മൾ പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തതാണ് നമ്മുടെ പ്ലാന്റ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് വാട്ടർ എന്നുള്ളത്. സോ വാട്ടറിംഗ് മെത്തേഡിനെയാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ടേം ആലോചിക്കുക, ഇറിഗേഷൻ. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇറിഗേഷൻസ് ആണ്? ഡ്രിപ്പ് ഇറിഗേഷൻസ് ഉണ്ട്, വിക്ക് ഇറിഗേഷൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ മൾച്ചിങ് ആണ്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ അല്ലേ, വിത്ത് ഫിഗർ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫിഗർ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഫിഗർ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ആണ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഫിഗർ നോട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണ്, മെത്തേഡ് യൂസിങ് ദ പൈപ്പ് അല്ലേ, ചെറിയ പൈപ്പുകൾ നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു പ്ലാന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഡ്രിപ്പായിട്ട് വാട്ടർ കൊടുക്കണം. അപ്പോൾ എന്താ, കുറഞ്ഞ വെള്ളം മാത്രം കൊടുത്താൽ മതി അല്ലേ. സോ ലോസ് ഓഫ് എ വാട്ടർ എന്ത് ചെയ്യാം, നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ എന്താ, ദാറ്റ് അവൈലബിലിറ്റി ഓഫ് എ വാട്ടർ ടു ദ പ്ലാന്റ് ഈസ്. അപ്പോൾ എല്ലാ പ്ലാന്റിനും എന്ത് ചെയ്യാം, വാട്ടർ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാം. കാരണം എന്താ, ഓരോ പോട്ടിലേക്കും നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഡ്രിപ്പായിട്ട് ഈച്ച് പ്ലാന്റിലേക്കും നമുക്ക് വാട്ടർ കൊടുക്കാം വേണ്ടി പറ്റും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, വാട്ടർ സ്കാരിറ്റി ഉള്ള ഒരു റീജിയൻസിൽ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ മറികടക്കാം എന്നുള്ള ചോദ്യം വരാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ വിക്ക് ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് തന്നിട്ട് ഏത് ടൈപ്പാണ് ഇറിഗേഷൻ അല്ലെങ്കിൽ ഏതാണ് സ്യൂട്ടബിൾ ആയുള്ള മെത്തേഡുകൾ എന്നുള്ളതാണ് ചോദ്യം വരിക. ഓക്കെ, നെക്സ്റ്റ് ആണ് വിക്ക് ഇറിഗേഷൻ. വിക്ക് ഇറിഗേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, കുറച്ചും കൂടെ വാട്ടർ ലോസ് തടയാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ്. നമ്മുടെ പ്ലാന്റ് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്ലാന്റിലേക്ക് ചെറിയൊരു കോട്ടൺ ത്രൂ വെള്ളം എന്ത് ചെയ്യാണ്, ഈ പൈപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി വാട്ടർ പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ റൂട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു കോട്ടൺ വെച്ച് കണക്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് എന്താ, ആ പ്ലാന്റ്സ് ആവശ്യമുള്ള വാട്ടർ മാത്രം അവിടുന്ന് അബ്സോർബ് ചെയ്തോളും. സോ നോ യു വേസ്റ്റേജ് ഓഫ് എ വാട്ടർ എന്നുള്ളതാണ്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക, ലെസ് വാട്ടർ ദാൻ ദ ഡ്രിപ്പ് ഇറിഗേഷൻ. ഇതെന്താണ്, നമ്മൾ എത്ര എമൗണ്ട് കൊടുക്കുന്നതാ അല്ലേ, ഇതെന്താണ്, പ്ലാന്റ്സിന് എത്രയാണോ വേണ്ടത് അത് പ്ലാന്റ്സ് എന്ത് ചെയ്തോളും, ഇവിടുന്ന് അബ്സോർബ് ചെയ്തോളും. സോ വളരെ ലെസ് ആയുള്ള വാട്ടർ മതി, കുറച്ചും കൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആയുള്ള മെത്തേഡാണ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മൾച്ചിങ്. മൾച്ചിങ് ആക്ച്വലി എന്തല്ല, ഒരു ഇറിഗേഷൻ മെത്തേഡ് അല്ല, പക്ഷേ ഇറിഗേറ്റഡ് ആയുള്ള വാട്ടർ എന്ത് ചെയ്യരുത്, ലോസ് ആയി പോവാതിരിക്കാൻ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൾച്ചിങ്. ദാറ്റ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് കവറിങ് ഓഫ് എ സോയിൽ ആൻഡ് ഫീൽഡ് യൂസിങ് ദ ഡ്രൈ ലീവ്സ് ആൻഡ് ഹെലെ. ഒന്നെങ്കിൽ ഡ്രൈ ആയുള്ള ലീവ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കൾട്ടിവേറ്റഡ് ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്യുക. ബേസിക്കലി എന്താണ്, യെസ് വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ആക്ച്വലി മൾച്ചിങ് എന്നുള്ളത്. ഓക്കെ, ടു റെഡ്യൂസസ് ദ ഗ്രോത്ത്. അപ്പം ഈ മൾച്ചിങ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുക അല്ലേ. കവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വീടുകളെ ശല്യം ഉണ്ട്. അപ്പം റെഡ്യൂസസ് ദ വീഡ് അല്ലേ, ഗ്രോത്ത് ഓഫ് എ വീഡ്. ആൻഡ് ഓൾസോ എന്താ, ഈ പ്രിവെൻറ്റ് വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് ഈ ഒരു പ്ലാന്റിന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അനദർ എന്താണ്, ലോസ് ഓഫ് എ വാട്ടർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് മൾച്ചിങ്. ഓക്കെ, അപ്പം ഈ ഒരു ഫിഗേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അടുത്ത് നമുക്ക് അറിയാണ്ടിരിക്കേണ്ടത് പെസ്റ്റുകളെ കുറിച്ചാണ്. 3 പെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സ്റ്റെം ബോറർ ഉണ്ട്, ലീഫ് റോളിംഗ് കാറ്റർപില്ലേഴ്സ് ഉണ്ട്, ആൻഡ് ഓൾസോ പോഡ് ബോർഡർ ഉണ്ട്. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. സോ പെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ കൂടുതലും വന്നിട്ടുള്ളത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സോ പെസ്റ്റ് മാനേജ്മെന്റ് എന്താണ്, നമ്മുടെ എല്ലാ പെസ്റ്റുകളെയും കില്ല് ചെയ്യുന്നതിൻ്റെ ഫലമായി അല്ലെങ്കിൽ കില്ല് ചെയ്യാതെ ഏതാണോ പെർട്ടിക്കുലർ ആയുള്ള ക്രോപ്പിനെ നശിപ്പിക്കുന്നത്, സോ ആ ഒരു പെർട്ടിക്കുലർ ആയുള്ള പെസ്റ്റിനെ മാത്രം കില്ല് ചെയ്യുന്ന മെത്തേഡുകളെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ എക്കോ ഫ്രണ്ട്ലി മെത്തേഡ് ഓഫ് എ കൺട്രോളിങ് പെസ്റ്റ്. ഫൈൻ.
അപ്പോൾ ബേസിക്കലി ഇങ്ങനെ ചെയ്യുന്നത് എന്താണ്, ഒന്നെങ്കിൽ ആ ഒരു പെസ്റ്റിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏത് ടൈപ്പിനെയാണ് അല്ലെങ്കിൽ ഏത് ക്രോപ്പിനെയാണ് അത് അഫക്റ്റ് ചെയ്തത് എന്നതിൻ്റെ ബേസിലൊക്കെയാണ് എന്താണ് ഏത് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പൊതുവേ നമുക്കുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സുകൾ യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്. സോ ആ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡിന് യൂസേജ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ മെത്തേഡ് ഓഫ് ആണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, ഒന്നെങ്കിൽ മെക്കാനിക്കൽ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യാം. സോ എന്താ നെറ്റുകളോ ട്രാപ്പുകളോ ഒക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബയോളജിക്കൽ കൺട്രോൾ അല്ലെ, പെർട്ടിക്കുലർ ആയിട്ടുള്ള പെസ്റ്റിനെ ഭക്ഷിക്കുന്ന ഓർഗാനിസംസ് ഉണ്ടാവുമല്ലോ. സോ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ ഫീഡിലേക്ക് കൊടുക്കുമ്പോൾ ഈ പെസ്റ്റിന് എന്ത് ചെയ്തോളും, ഇവർ ഫീഡ് ചെയ്തോളും. സോ ഇവർക്ക് ഫുഡുമായി നമ്മുടെ പെസ്റ്റിൽ നിന്ന് നമുക്ക് കൺട്രോളുമായി. സോ നമുക്ക് ബയോളജിക്കൽ കൺട്രോൾ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന പെസ്റ്റ് കൺട്രോൾ വെറൈറ്റീസ് ഓഫ് എ പ്ലാന്റ് മെറ്റീരിയൽ ക്യാൻ ബി യൂസ്ഡ്. സോ പെസ്റ്റ് റെസിസ്റ്റൻസ് ആയുള്ള സീഡുകൾ അല്ലെങ്കിൽ ദാറ്റ് പ്ലാന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പെസ്റ്റ് വരൂല. സോ ഓൾറെഡി പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ് ആ ഒരു പ്ലാന്റ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജിൽ വരുന്ന മെത്തേഡ്, അതായത് പ്രധാനമായിട്ടുള്ള മെത്തേഡുകൾ. ഓക്കെ, ഇതും ഈ പറഞ്ഞ പോലെ ചോദിച്ചിട്ടുണ്ട്, അതും അപ്ലൈ ചെയ്യാനാണ് ചോദിക്കുക. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലാന്റിലെ കൾട്ടിവേഷനിൽ ഇന്ന ശല്യമുണ്ട്, സോ അത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ ബേസിക്കലി ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റ് ഹെൽത്ത് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് മെയിൻ ആയിട്ട് അടുത്തറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. സോ ഇൻ്റഗ്രേറ്റഡ് അല്ലേ, എന്തൊക്കെയോ കമ്പൈനിങ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിംഗ് ആക്ടിവിറ്റീസ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ആ ടേം തന്നെ ഉണ്ട് ഇൻ്റഗ്രേറ്റഡ്, ദാറ്റ് മീൻസ് കമ്പൈനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാഡി കൾട്ടിവേഷനും അതേപോലെ തന്നെ പോൾട്രി കാറ്റിൽസിനെ റിയർ ചെയ്യുന്നതും വെജിറ്റബിൾ ഫാമിങ്സും ഹെന്നും ഡെക്കിനെയൊക്കെ എന്താണ് സെയിം ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് എന്താ ബെനിഫിറ്റ്, നമുക്ക് ഈ പാഡിയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് എന്ത് ചെയ്യാം, യെസ് ഹെന്നിനും ഡെക്കിനും ഫുഡായിട്ട് കിട്ടും. ഇതേപോലെ ഇവരെ എക്സ്ക്രീറ്റ് എന്ത് ചെയ്യാം, തിരിച്ച് പാഡിയിൽ അല്ലേ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതേപോലെ വെജിറ്റബിൾസിൻ്റെ കേസിലല്ലേ ഇവരെന്ത് ചെയ്യും, എക്സ്ക്രീറ്റ് ഇവർക്ക് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടുന്ന് കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഇവരെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിയറിങ് കാറ്റ്ലിംഗ് അല്ലേ ഇവരെന്ത് ചെയ്യുന്നു, വേസ്റ്റ് ഫുഡായിട്ടും യൂസ് ചെയ്യുന്നു. ഇവിടുന്ന് കിട്ടുന്ന എക്സ്ക്രീറ്റ് ഇവിടെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എന്താ ഒരു ഫാമിങ് അതർ ഫാമിങ്ങിന് എന്ത് ചെയ്യാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സീറോ വേസ്റ്റേജ് ആയിരിക്കും. കാരണം എന്താ, ഇവർ എക്സ്ട്രീറ്റ് ആണ് അതർ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പം വേസ്റ്റേജ് കുറച്ചുകൊണ്ട് മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് പാഡ് കിട്ടും, ഇവിടുന്ന് നമുക്ക് വെജിറ്റബിൾ കിട്ടും, ഇവിടുന്ന് എന്താ മീറ്റും ഈ പറയുന്ന പോൾട്രി ഐറ്റംസ് ഒക്കെ കിട്ടും അല്ലേ. സോ നമുക്ക് എന്താ മൾട്ടിപ്പിൾ ആയുള്ള ഇൻകം സോഴ്സ് ആണ്, മാക്സിമം ഈൽഡ് കിട്ടുന്നു എന്നുള്ളതാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് മെയിൻ ആയിട്ട് നമ്മൾ അണ്ടർ ഒരു ടോപ്പിക്കിൻ്റെ ഇടയിലാണ് പഠിക്കാനുള്ളത് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എങ്ങനെയൊക്കെയാണ് മോഡേൺ ടെക്നോളജീസ് ഫാമിങ്ങിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മെയിൻ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ആയുള്ള ക്രോപ്പിന് എന്തെങ്കിലുമൊക്കെ ഒരു പെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, AI ചോദിക്കാം അല്ലേ, ഇത് ഏത് പെസ്റ്റാണ്, ഇതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ചോദിക്കാം. അതേപോലെ തന്നെ ഒരു പെസ്റ്റ് ചോദിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കൾട്ടിവേഷൻ പെർട്ടിക്കുലർ ആയുള്ള ക്രോപ്പ് കൊടുത്തിട്ട് നമുക്ക് ചോദിക്കാം ഇത് ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങൾക്ക് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ആരോട് ചോദിക്കാം, AI ചോദിക്കാം അല്ലേ. ഈ പറഞ്ഞ പോലെ ഒരു ഇൻഫോർമേഷൻ സോഴ്സ് ആയിട്ടാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ട് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലേ. സോ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ആയുള്ള സോയിലിലെ മോയിസ്ചറൈസറും ഫെർട്ടിലൈറ്റും ഒക്കെ എത്രമാത്രം ഉണ്ട് എന്ന് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യെസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹൈഡ്രോപോണിക്സ്. സോ ഇതും ആക്ച്വലി ഒരു മോഡേൺ ടെക്നിക്കാണ്. നമ്മുടെയൊക്കെ വിചാരം ഉണ്ടല്ലേ സോയിലിൽ മാത്രമേ കൾട്ടിവേഷൻ നടക്കുള്ളൂ എന്നുള്ളത്, പക്ഷെ അങ്ങനെയല്ല, യെസ് വെള്ളത്തിലും കൾട്ടിവേഷൻ നടക്കും. സോ ദാറ്റ് ഈസ് ദ ഹൈഡ്രോപോണിക്സ്. അപ്പോൾ പ്ലാന്റിന് ഗ്രോ ചെയ്യാനുള്ള എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ടുള്ള മിനറൽസ് ഒക്കെ കൊടുത്താൽ മതി. സോ പ്ലാന്റ് ഗ്രോ ചെയ്തോളും. സോ സോയിൽ വേണം എന്നില്ല. നെക്സ്റ്റ് ആണ് എയറോപോണിക്സ്. സോ ന്യൂട്രിയൻസ് ഡെലിവർ ചെയ്തുകൊണ്ട് നമ്മൾ എയർ സ്പേസിൽ എന്ത് ചെയ്യാണ്, കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. ഇവിടെ കണ്ടോ, യെസ് ഈ പറയുന്ന ന്യൂട്രിയൻസ് ഒക്കെ മിസ്റ്റ് രൂപത്തിൽ എന്ത് ചെയ്യും, ഇവർക്ക് അവൈലബിൾ ആക്കി കൊടുത്താൽ പ്ലാന്റ്സ് നന്നായിട്ട് ഗ്രോ ചെയ്തോളും. ഇവിടെ എന്താണ്, വെള്ളത്തിലായിരിക്കും നമ്മൾ ന്യൂട്രിയൻസും ബാക്കി കാര്യങ്ങളും അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ നോ യൂസ് ഓഫ് എ സോയിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല.
ദിസ് ഈസ് ദ മോഡേൺ ഫാമിംഗ് ടെക്നിക്ക്. അപ്പം എങ്ങനെയാണ് ഈ ടെക്നിക്കുകൾ എന്ത് ചെയ്യുന്നത്? യെസ്, അതൊരു ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇതും ഈ പറഞ്ഞ പോലെ എന്താണ്, രണ്ടല്ലേ, ഫാമിംഗ് ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയും അതേപോലെ തന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് GI, അതായത് ജിയോളജിക്കലി ഇൻഡിക്കേറ്റഡ് ആയുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടാണ്. ചില പ്രോഡക്റ്റുകൾ നമ്മൾ കേൾക്കുമ്പം അതൊരു പെർട്ടിക്കുലർ ആയുള്ള പ്ലേസിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും അല്ലേ? കുട്ടിയാറ്റൂർ മാംഗോ, തിരൂർ വെറ്റില എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പം ഇതാണ് ബേസിക്കലി ആ ഒരു ജിയോളജിക്കൽ ലൊക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ആയുള്ള പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂടുകയാണ് ആൻഡ് ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഒരു GI ഇൻഡിക്കേഷൻസ് വരുന്നത്. ഫൈൻ. അപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ചോദിച്ച് വാങ്ങാറൊക്കെ ഉണ്ടല്ലേ ചില പ്രോഡക്റ്റുകളെ. അപ്പോൾ അത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ലൊക്കാലിറ്റിയിലും കൂടെ വരുമ്പം അതെങ്ങനെ മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ കിട്ടുന്നു എന്നുള്ളതാണ്. സോ ഒരു എൻഷുർ ദ ഓതൻസിറ്റി. ഫൈൻ. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വാല്യൂ കിട്ടുന്നു. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ജിയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്യുക. പാലക്കാടൻ മട്ട റൈസ്, മലബാർ പെപ്പർ അല്ലേ, നമ്മൾ ചില സാധനങ്ങൾ ഈ പറയുന്ന പോലെ ചോദിച്ച് വാങ്ങാറുണ്ടല്ലോ. സോ അതെങ്ങനെയാണ് ജിയോളജിക്കൽ ലൊക്കേഷനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അടുത്ത നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് നമ്മുടെ അഗ്രികൾച്ചറിൽ ഡിഫറെൻ്റ് ആയുള്ള ഡൈവേഴ്സിറ്റി എന്നുള്ളതാണ്. നമുക്കെന്താ ഈ ഒരു പാഡി മാത്രമാണോ അല്ലെങ്കിൽ വീറ്റ് മാത്രമാണോ കൾട്ടിവേഷൻ ഉള്ളത്? അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിംഗ് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റികൾ ഉണ്ട് അഗ്രികൾച്ചറിൽ. അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ദാറ്റ് ഈസ് ദ ഹോർട്ടിക്കൾച്ചർ, പോൾട്രി ഫാമിംഗ് ഉണ്ട്, മെഡിസിനൽ പ്ലാന്റ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യാം, ബീറ്റൽ കൾട്ടിവേഷൻ ഉണ്ട്, ആൻഡ് ഓൾസോ ഫ്ലോറൽ കൾട്ടിവേഷൻ, ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, ഓർണമെൻറ്റ്സ് അല്ലേ, ഓർണമെൻ്റൽ പ്ലാന്റ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യാം, റേസിങ് ദ പെറ്റ്സുകൾ എന്ത് ചെയ്യാം, കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ള ആളുകളുണ്ട്. ഫാമിംഗ് ഫോർ ബനാന ലീഫ് അല്ലേ, ബനാന ലീഫ്, ബനാനയ്ക്കും ലീഫായിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഏതൊക്കെയാണ് ഈ ഡൈവേഴ്സിറ്റികൾ എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സോ ബയോളജിയാണ്, അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ടേംസുകൾ ആലോചിച്ച് വെക്കുക. അതേപോലെ തന്നെ ഫിഗേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഫിഗേഴ്സ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽ ആയുള്ള ക്ലാസ്സുകൾ നമ്മുടെ റൈസിൻ്റെ ഫൗണ്ടേഷനിൽ അവൈലബിൾ ആണ്. സോ 70% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ആൻഡ് നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പം ഓൾ ദ ബെസ്റ്റ് മക്കളെ, ആൻഡ് സീ യു.